ഇതെന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ്. ഇങ്ങനെ ആരും എന്നെ ചീത്ത പറഞ്ഞിട്ടില്ല. ഇനി ഒരിക്കലും ഞാൻ അവനെ വിളിക്കില്ല. ആ നമ്പർ തന്നെ ഡിലീറ്റ് ചെയ്തേക്കാം. അയ്യോ, അവൻ തന്നെയാണല്ലോ വിളിക്കുന്നത്. ഇനിയും ചീത്ത വിളിക്കാനാണോന്ന് അറിയില്ലല്ലോ. എന്ത് വരട്ടെ, നോക്കാം. ഹലോ. ഐ ആം വെരി സോറി. എന്തിന്? താൻ വിളിക്കുമ്പോൾ ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞത്. താനിത് കാര്യാക്കണ്ട. സോറി. പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് സിമ്പിളായിട്ട് സോറി പറഞ്ഞാൽ മതിയോ? അതാണോ രീതി? പറ്റിപ്പോയി. അതുകൊണ്ടല്ലേ ഞാനിപ്പോൾ വിളിച്ച് ക്ഷമ പറഞ്ഞത്. അത്രയും മാന്യത ഞാൻ കാണിക്കുന്നില്ലേ? ആ, പിന്നെ താനെന്തിനായിരുന്നു എന്നെ വിളിച്ചത്? ഐ എം വെരി വെരി സോറി. ഇത് പറയാനാ ഞാനും വിളിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം എന്റെ ഭാഗത്തുനിന്ന് തന്നെ തെറ്റുണ്ടായത്. സോറി. തന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല, ഞാനും ഷോർട്ട് ബേർഡാണ്. ചില നേരത്ത് എന്തെങ്കിലുമൊക്കെ അറിയാതെ പറഞ്ഞു പോകും. ഞാൻ ചൂടായി സംസാരിക്കുന്ന കേട്ട് ഏട്ടത്തെയാണ് എന്നോട് വിളിച്ച് സോറി പറയണമെന്ന് പറഞ്ഞത്. എന്നിട്ടൊരു ഉപദേശം കൂടെ, സ്ത്രീകളെ ബഹുമാനിക്കണം, ആദരിക്കണം എന്നൊക്കെ. ആ ഏട്ടത്തേക്ക് ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞേക്ക് എന്റെ വക. അത് നന്നായി. എന്റെ പുക കണ്ടേ താൻ അടങ്ങുള്ളൂന്ന് വല്ല പ്രതിജ്ഞയുണ്ടോ? അതെ, നിങ്ങളുടെ ഏട്ടത്തിയുടെ പേരെന്താണെന്ന് പറഞ്ഞൂടെ? ഏട്ടത്തിയുടെയോ? അർച്ചന. അർച്ചന സച്ചിദാനന്ദൻ. ഞങ്ങള് സ്നേഹത്തോടെ അച്ചുവേട്ടത്തിന്ന് വിളിക്കും. അതിരിക്കട്ടെ, തന്റെ പേരെന്താ? ഹലോ 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 ഹലോ. പേര് പറയണോ വേണ്ടയോ? ഇതൊരു ലൂസ് പെണ്ണാണെന്ന് തോന്നുന്നല്ലോ. എന്തെങ്കിലും ആവട്ടെ, ഇനി വിളിക്കുമ്പോ അടുത്ത ഡോസ് കൊടുക്കാം. കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപേ ഇങ്ങനെ പേരൊക്കെ പറഞ്ഞു വെക്കുന്നത് നല്ലതാണോ? ഒക്കെ അച്ഛന്റെ ഓരോ ആഗ്രഹങ്ങളല്ലേ അമ്പിളി ചേച്ചി. അതൊരു രസമായിട്ട് കണ്ടാ മതി. സാറിനിപ്പോ ഉള്ളി പേടിയാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അച്ഛനൊന്നും സംഭവിക്കില്ല അമ്പിളി ചേച്ചി. എന്തായാലും പറഞ്ഞ പേരുകളൊക്കെ ഓക്കെയാ. നിങ്ങൾക്കുണ്ടാവുന്ന കുഞ്ഞ് ഭാഗ്യം ചെയ്ത കുഞ്ഞാ. മുത്തച്ഛൻ അതിനെ താഴെ നിർത്തില്ല, പൊന്നുപോലെ നോക്കും. സച്ചി സാറേ, ഇന്നലെ പറഞ്ഞ പേരുകളൊക്കെ നല്ല ഭംഗിയുള്ള പേരുകളായിരുന്നു കേട്ടോ. നിങ്ങൾ പറഞ്ഞ പേരുകളാ എനിക്കിഷ്ടായത്. ഗൗരിയും സൂര്യയും. ഗൗരി സച്ചിദാനന്ദൻ, സൂര്യ സച്ചിദാനന്ദൻ. നല്ല പേരുകളാ. ഞാൻ കരുതി നിങ്ങൾ പുതിയ ആൾക്കാരിടുന്ന പോലെ വല്ല വായിക്കൊള്ളാത്ത പേരുകളിടുമെന്ന്. ഇപ്പൊ ആൾക്കാർക്കൊക്കെ പഴയ പേരുകളോട് അമ്പിളി ചേച്ചി താല്പര്യം. മീനാക്ഷി, കല്യാണി, ശോഭന, ദേവി, മീര എന്നൊക്കെയാ ഇടുന്നത്. കുഞ്ഞിനേതായാലും പെൺകുഞ്ഞായിരിക്കും ജനിക്കാൻ പോകുന്നേ. അതെന്താ? കുഞ്ഞിന്റെ നാവി വരുന്നതൊക്കെ പെൺകുട്ടികളുടെ പേരല്ലേ? അപ്പൊ അതാണിഷ്ടം.
എന്താണ് പേരിടൽ ചർച്ച ഇതുവരെ കഴിഞ്ഞില്ലേ? അല്ലേടത്തി അമ്പിളിച്ചി പറയാ ഞങ്ങൾക്ക് പെൺകുഞ്ഞായിരിക്കും ഉണ്ടാവാന്ന്. ആർക്കൊക്കെ എന്തൊക്കെയാ ഉണ്ടാവുന്നതെന്ന് അമ്പിളിയാണോ തീരുമാനിക്കുന്നത്? അച്ഛന്റെ ആവശ്യമില്ലാത്ത തോന്നലുകളും പേടിയൊക്കെയാ ഇത്തരത്തിലുള്ള ലൂസ് ടോക്കുകൾക്ക് ഇടയാവുന്നത്. അത് ഏട്ടത്തി തന്നെ അച്ഛനോട് പറ. വേറെ ആര് പറഞ്ഞ കേക്കാൻ? ഇപ്പൊ ഞാൻ പറഞ്ഞാലൊന്നും കേക്കില്ലടാ. പറഞ്ഞാ കേൾക്കുന്നയാള് നിന്റെ ഭാര്യ. അവളോട് നീ തന്നെ പറ. ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കില്ല ഏടത്തി. ഏടത്തി എന്നെ പറയുന്നതാ നല്ലത്. എന്റെ അഭിപ്രായം അച്ഛനോട് അതൊന്നും പറയണ്ടെന്ന്. പറയാതെ പിന്നെ? ഇന്ന് പേര് കണ്ടുപിടിക്കാൻ പറഞ്ഞു. നാളെ എന്ത് പറയുന്ന ആർക്കറിയാം? ജനിക്കാത്ത കുഞ്ഞിന്റെ പേരിൽ അമിതമായി ആഗ്രഹിച്ച് നടന്ന് ഒടുവിൽ എല്ലാം വെറും സ്വപ്നം മാത്രമായിരുന്നു എന്ന് വന്നാ വല്ല അറ്റാക്കും വന്നു പോവും. ഏട്ടത്തി അല്ല, ഇത്രയ്ക്ക് ചാടി പുറപ്പെടേണ്ട കാര്യമുണ്ടോ? ആദ്യം കുഞ്ഞ് ജനിക്കട്ടെ, എന്നിട്ടല്ലേ നൂലുകെട്ടും പേരിടലും ഒക്കെ ചെയ്യേണ്ടത്. അവന്തിക മാഡം, അത് സേതു സാറിന്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് പറഞ്ഞതായിരിക്കും. നിനക്കിപ്പോ സംസാരിക്കുന്നതിന് ആളും തരവൊന്നും ഇല്ലല്ലേ അമ്പിളി? നീ എന്തൊക്കെയാ പറഞ്ഞ? പെൺകുഞ്ഞേ ഉണ്ടാവുന്നോ? മാഡം അത് ഞാൻ ഇതൊക്കെ ഗണിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യം എന്താ? അല്ല, സച്ചിക്കും അർച്ചനയ്ക്കും ഉണ്ടാവുന്ന കുഞ്ഞിനെ പറ്റി ഗവേഷണം നടത്താൻ നിന്നെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? അവന്തികേടത്തി അമ്പിളിച്ചി ഒരു രസത്തിന് പറഞ്ഞതാ. ആദ്യം നിന്നെ പറഞ്ഞാ മതി. ആവശ്യമില്ലാത്ത ഇടം ആൾക്കാർക്ക് കൊടുത്താൽ ഇങ്ങനെ ഇരിക്കും. മുൻപിവളുടെ സംസാരം പുറത്ത് കേൾക്കാനില്ലായിരുന്നല്ലോ. നീ വന്നപ്പോ മാത്രം എന്താ? അതിന് കാരണം നീ കൊടുത്ത സ്വാതന്ത്ര്യം. അയ്യോ മാഡം, ഞാൻ അങ്ങനെയൊന്നും. നീ അധികം വിശദീകരിക്കണ്ട. എത്ര വർഷമായി നീ ഇവിടെ വന്നിട്ട്? എന്റെ മുഖത്ത് നോക്കി ഒരു എതിർവാക്ക് പറയാത്ത നീ ഇപ്പോ സഭയിലിറങ്ങി സംസാരിക്കുന്ന തരത്തിലേക്ക് വളർന്നിരിക്കുന്നു. എഴുതി ഞാൻ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങിയത് ഞാൻ വന്ന കാലം മുതൽ അമ്പിളി ചേച്ചിയോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നതാ. ഒരു ജോലിക്കാരിയെ പോലെ അല്ല ഞാൻ. മതി അർച്ചന, നിർത്തേണ്ടവരെ നിർത്തേണ്ടടുത്ത് നിർത്തിയിരിക്കണം, അല്ലെങ്കിൽ തോളി കയറിയിരിക്കും. ഇവിടുത്തെ പാചകക്കാരിയാണെങ്കിൽ പാചകം ചെയ്താൽ മതി, വാചകം അടിക്കണ്ട. ഇയാളെന്താ എല്ലാം കെട്ടിപ്പറക്കി ഇങ്ങോട്ട് വരുന്നേ? തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഓഫീസ് കാര്യങ്ങൾ ഓഫീസിൽ വെച്ച് സംസാരിച്ചാൽ മതിയെന്ന്? പിന്നെന്തിനാ ഇതൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വന്നത്? ഞാൻ മേഡത്തിനെ കാണാൻ വന്നതല്ല. പിന്നെ എന്നോട് വരാൻ പറഞ്ഞിട്ട് വന്നാ. വരാനോ? ആര് പറഞ്ഞു? എന്തിന്? സേതുമാധവ സാറിന്റെ ഫോണിൽ നിന്ന് അർച്ചന മേഡം വിളിച്ചതാ. ആര് വിളിച്ചു എന്നാ പറഞ്ഞ? അർച്ചന മേഡം. അർച്ചന മേഡോ? അതാരാ അങ്ങനെ ഒരു മേഡം? ഇനിയിപ്പൊ അങ്ങനെ ഒരു മേഡം വിളിച്ചാൽ തന്നെ കെട്ടും കിടക്കെടുത്ത് ഇങ്ങോട്ട് പോരുവാണോ വേണ്ടത്? അതിനു മുമ്പ് എന്നെ ഒന്ന് വിളിച്ചു ചോദിക്കേണ്ട എന്താ കാര്യമെന്ന്. ഞാൻ കരുതി മേഡവും കൂടി ചേർന്നാണ് വരാൻ പറഞ്ഞെന്നാ. ഓഹ്, ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ തന്നോട് വിളിച്ചു പറയില്ലായിരുന്നോ? അതെങ്കിലും ആലോചിക്കാനുള്ള ബോധം തനിക്കില്ലാതെ പോയല്ലോ. സോറി മേഡം. എന്തിനും ഏതിനും സോറി. വിളിച്ചിട്ട് എന്താ പറഞ്ഞേ? മുൻ വർഷങ്ങളിലെ അടക്കമുള്ള ടാക്സ് സ്റ്റേറ്റ്മെന്റുകളും പർച്ചേസ് ഡീറ്റെയിൽസും കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് താനതെല്ലാം ഒന്നൊഴിയാതെ നുള്ളിപ്പറക്കി എടുത്തോ? എല്ലാ ഫയലുകളും എടുത്തിട്ടില്ല. മഹാഭാഗ്യം. തന്നെയൊക്കെ കൂടെ കൊണ്ട് നടക്കേണ്ടി വരുന്ന എന്റെ ഗതികേടാ ഭയങ്കരം. മേഡം, സംഗതി കുഴപ്പമാണോ? എന്റെ നെഞ്ച് നന്നായി ഇടിക്കുന്നുണ്ട്. ഒരു പരിധി കൂടുതലൊന്നും കള്ളം പറഞ്ഞ് നിൽക്കാൻ കഴിയില്ല മേഡം. എന്നാ താനൊരു കാര്യം ചെയ്, എല്ലാം എന്റെ തലയിലും കെട്ടിവെച്ചിട്ട് പുണ്യാളനായിക്കോ. എന്താ മതിയോ? അത്രയും നന്ദികേടൊന്നും ഞാൻ കാണിക്കില്ല മേഡം. പക്ഷേ പിടിച്ചു നിൽക്കാൻ കഴിയുമോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ വന്നാൽ
വിജയ് പേടിക്കാതെ തന്നെ പെരുമാറണം. മുന്നിലുള്ള ശത്രു എത്ര വലിയ ശക്തനാണെങ്കിലും നമ്മൾ അതിൽ കൂടുതൽ ശക്തി കാണിക്കണം. അവൾക്ക് അത്ര ധാരണയൊന്നും കമ്പനി കാര്യത്തിലില്ല. പറഞ്ഞു കുഴപ്പിക്കണം. കുറെ നുണകൾ കൂട്ടി എന്തെങ്കിലുമൊക്കെ അങ്ങ് നിർത്താതെ പറയണം. ശ്രമിക്കാം മാഡം. പയറ്റി പരാജയപ്പെട്ടു എന്ന് തോന്നിയാ രക്ഷപ്പെടാൻ എന്റെ തലയിൽ ചാർത്തരുത്. അങ്ങനെ ചാർത്തിയ അവന്തിക ആരാണെന്നും അവന്തികയുടെ തനി സ്വഭാവം എന്താണെന്നും നീ അറിയും. നിന്റെ ഭാവി, നിന്റെ കുടുംബത്തിന്റെ ഭാവി പലതിനെ ആശ്രയിച്ചാ. അറിയാം മാഡം. ചെല്. ഇത് നിന്റെ മാത്രം പരീക്ഷയല്ല, എന്റെയും കൂടെയാ. തോറ്റാലും ഞാൻ നിൽക്കും, പക്ഷേ നീ കാണില്ല. അതോർത്താ മതി. അർച്ചന മേഡം അറിയാതെ കളിക്കുന്നതാ. പക്ഷെ സേതുമാധവനോ? അവന്തിക അറിയാതെ ഒരില അനങ്ങാതിരുന്ന നെല്ലിശ്ശേരിയിൽ ഇപ്പൊ പലതും നടക്കുന്നു. സച്ചി ഇത് അറിഞ്ഞു കാണോ? നിലവിൽ ഈ ഫിനാൻഷ്യൽ ഇയറിലെ എല്ലാ പർച്ചേസ് ഫയലുകളും GST സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ടല്ലോ അല്ലേ? സാർ, അത് പിന്നെ ചില ഫയലുകൾ ഓഡിറ്റർക്ക് കൊടുത്തിട്ടുണ്ട്. അത് കിട്ടില്ല. ആ ഫയലുകൾ കൊണ്ടുവരണമെന്നല്ലേ നിങ്ങളോട് അന്ന് ഞാൻ പറഞ്ഞിരുന്നേ? മോളെ, ഞാൻ പറഞ്ഞില്ലേ ഇയാളുടെ കയ്യിൽ എന്തൊക്കെയോ പദ്ധതികളുണ്ടെന്ന്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. നമ്മുടെ കമ്പനിയെ തകർക്കാൻ വേണ്ടി ആരുടെയോ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിച്ചിട്ടാ ഇയാൾ ഇതൊക്കെ ചെയ്യുന്നത്. സാർ പ്ലീസ്, അങ്ങനെയൊന്നും പറയരുത്. ഞാൻ അത്രക്കാരനല്ല. GST ഉള്ള ബില്ലുകൾ നിലനിൽക്കെ അതേ തുകയ്ക്ക് വിത്തൌട്ട് GSTയിൽ, അതും ചാരിറ്റിക്കാണെന്നും പറഞ്ഞ് വ്യാജ ബില്ലുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. 11 ലക്ഷത്തിന് മുകളിൽ. നാളെ GST ഡിപ്പാർട്ട്മെന്റ് ഒരു സ്ക്രൂട്ടണിങ് ചെയ്താ എന്ത് തെളിവുകളാ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുക? ഇതൊക്കെ നമ്പറാണ് മോളെ. ഈ കൊള്ളക്ക് ഇയാൾ മാത്രമാണോ അതോ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. പറയടാ സാർ. ആരാ തന്റെ കൂടെ നിന്ന് ഈ കമ്പനിയെ തകർക്കാൻ ശ്രമിക്കുന്നത്? പറയടാ സാർ. സാർ, അത് പറയാൻ. അച്ഛാ വേണ്ട. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അച്ഛനോട് സംസാരിച്ച് ഒരവസരം കൂടി തന്നത് നിങ്ങളെ ഓർത്തല്ല, നിങ്ങളെ വിശ്വസിച്ച് കഴിയുന്ന നിങ്ങളുടെ കുടുംബത്തെ കരുതിയാ. എന്നിട്ട് നിങ്ങൾ തിരുത്താൻ തയ്യാറല്ലെന്ന് ഇപ്പൊ മനസ്സിലായി. മാഡം, അത് ഞാൻ കമ്പനിക്ക് വേണ്ടി മാത്രമേ. അല്ല, ഇത് മറ്റാർക്കും വേണ്ടി തന്നെ ചെയ്തതാ. നിങ്ങൾ റോങ് ഇൻപുട്ട് GSTക്ക് നൽകി കമ്പനിക്ക് നഷ്ടം വരുത്തി. ഇപ്പൊ നിലവിലുള്ള GSTയുടെ പലിശ എത്രയാണെന്ന് അറിയോ? പെർ ഡേ 18%. അതെങ്ങനെ കമ്പനി താങ്ങും? മോള് മാറിക്കേ. സത്യം പറയടാ. അച്ഛാ, നീ ആർക്ക് വേണ്ടിയാ കള്ളത്തിലൊക്കെ ഒപ്പിച്ചത്? ആര് പറഞ്ഞിട്ടാ? അച്ഛാ, അച്ഛനൊന്ന് സമാധാനിക്ക്. ടെൻഷൻ ആവണ്ട. നിനക്കറിയോ, എന്റെ ആയ കാലത്ത് ഞാനിതൊക്കെ മനക്കണക്ക് കൂട്ടി ചെയ്തിരുന്ന ജോലിയാ. അന്ന് എന്റെ കൂടെ നിന്നിരുന്ന മനുഷ്യരെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അവരൊരിക്കലും ചതിക്കില്ലായിരുന്നു. ഇന്ന് വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരാളെ കാണാനില്ല. മോളെ, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. എനിക്കിതിന്റെ സത്യാവസ്ഥ അറിയണം. ഇവൻ പറയില്ലെങ്കിൽ ഇവനെ കൊണ്ട് പറയിപ്പിക്കാനുള്ള മാർഗം എനിക്കറിയാം. മോളെന്റെ ഫോൺ എടുത്തിട്ടോ. ഇനി നിന്റെ ഉപദേശം എനിക്ക് കേൾക്കണ്ട. ഞാൻ ഇത്രയും വളർന്നത് ആരെയും ചതിച്ചും വഞ്ചിച്ചും അല്ല. ആ എന്നെ ചതിച്ചവരെ വെറുതെ വിടാൻ പാടില്ല. പോലീസിൽ അറിയിക്കാം. അച്ഛാ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. പോലീസിനെ അറിയിക്കുന്നതിന് മുമ്പ് ഇതിന്റെ പിന്നിൽ ആരാണെന്ന് അറിയണ്ടേ? അച്ചു, അവന്തിയെ വിളിക്ക്. വേഗം വിളിക്ക്. എനിക്കിതിന് ക്ലാരിഫിക്കേഷൻ കിട്ടണം. ഇപ്പൊ കിട്ടണം. അച്ഛാ, അത് അവന്തികേ, അവന്തികേ.
നെല്ലിശ്ശേരിയിലെ എന്റെ ജീവിതം ഇതോടെ അവസാനിച്ചെന്ന് തോന്നുന്നു. അവന്തികേ, എന്താ ചേച്ചി, പ്രശ്നാവോ? അവന്തികേ, വിളിക്കുന്ന കേൾക്കുന്നില്ലേ? സച്ചി, സന്ദീപേ, എല്ലാരും വാ. എന്താ എടുത്തി? എന്താ പ്രശ്നം? അച്ഛൻ എന്തിനാ ഇങ്ങനെ വിളിക്കുന്നത്? അവിടെ കമ്പനി ഓഡിറ്റിംഗ് നടക്കുക. ആരുടെ? നിന്റെ ഭാര്യയുടെ നേതൃത്വത്തിൽ മാനേജറെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് താഴെ. ശരിക്കും ഇപ്പൊ നെല്ലിശ്ശേരി ഗ്രൂപ്പിന്റെ MD ആരാ? നീയോ അതോ അർച്ചനയോ? അതെന്താ എടുത്തി അങ്ങനെ പറയുന്നേ? അല്ല, നിന്നെ മറികടന്ന് നിന്നോട് പോലും ചോദിക്കാതെ അർച്ചന മാനേജറെ വിളിച്ചു വരുത്തുകയും കമ്പനി കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെട്ട് ഓരോരുത്തരെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നോണ്ട് ചോദിച്ചതാ. അവന്തികേ, ഏട്ടാ നമുക്ക് താഴേക്ക് പോവാം. അച്ഛൻ നല്ല ചൂടിലാണെന്ന് തോന്നുന്നു. തന്നോട് ആരാ മാനേജറെ വിളിച്ചു വരുത്താൻ പറഞ്ഞേ? അവളല്ല വിളിച്ചത്, ഞാനാ. അവന്തിക എവിടെ? എന്താ അച്ഛാ, എന്താ പ്രശ്നം? എന്തിനിങ്ങനെ ടെൻഷനാവുന്നേ? നിനക്കൊന്നും ടെൻഷൻ വരില്ല. കാരണം ഇത് എന്റെ വേർപ്പാ. അത് നിങ്ങളുടെ നോട്ടക്കുറവുകൊണ്ട് വല്ലവനും കട്ടുകൊണ്ട് പോയാ എനിക്ക് ടെൻഷൻ വരും. അച്ഛൻ എന്താ പറയുന്നേ? ആര് കട്ടുകൊണ്ട് പോയെന്നാ? പറഞ്ഞു കൊടുക്ക അർച്ചനെ. എണ്ണി എണ്ണി തെളിവുകൾ നിരത്തി പറഞ്ഞു കൊടുക്ക്. ഇവനെയൊക്കെ വിശ്വസിച്ച് ഞാൻ ഏൽപ്പിച്ച കമ്പനി ഇന്ന് എത്ര ലക്ഷം ലോസിലാണ് പോകുന്നതെന്ന്. സച്ചേട്ടാ, കഴിഞ്ഞ 2-3 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചതിൽ ലക്ഷങ്ങളുടെ തിരിമറി നടന്നിട്ടുണ്ട്. ടാക്സ് ഇനത്തിലും ചാരിറ്റി കണക്കിലും പർച്ചേസിംഗിലും ഒക്കെ. എടുത്തി, ഇതെങ്ങനെ സംഭവിച്ചു? ഇത്രമാത്രം ഡിസ്പാരിറ്റീസ് വരാൻ കാരണം ഇത് ഏട്ടത്തി അറിയാതാണോ വന്നത്? ഞാൻ മാത്രമല്ലല്ലോ, നീയും ഫയൽ കാണുന്നതല്ലേ. ബട്ട് ഏട്ടത്തി, ഇത് പലതും നമ്മൾ കാണാത്ത, അല്ലെങ്കിൽ ഞാൻ കാണാത്ത കണക്കുകളാണ്. ഇതിലെ വലിയ തുകയുടെ ബില്ലുകൾ മാത്രമേ ഞാൻ കണ്ടതായി ഓർക്കുന്നുള്ളൂ. ദെൻ ഹൗ? നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ലെങ്കിൽ ആരാണെന്ന് എനിക്കറിയണം. സന്ദീപേ, SP മൈക്കിൾ സാറിനെ വിളിക്കാം. ഞാൻ സംസാരിക്കാം. എനിക്കിത് കണ്ടുപിടിച്ചേ പറ്റൂ. വിളിക്കടാ. സാർ, സാർ വേണ്ട സാർ. സാർ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ ഇത്രയും വലിയ തട്ടിപ്പ് നീ ഇതിൽ കാണിച്ചത്? ആര് പറഞ്ഞിട്ടാ? ആർക്ക് വേണ്ടിയാ നീ ഇത് ചെയ്തേ? പറയടോ. സാർ, അത് ഞാൻ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് വിടാനാണ് ഭാവമെങ്കിൽ നിന്റെ സ്ഥാനം എവിടെയായിരിക്കും അറിയാലോ. അറിയാം മാഡം. പക്ഷേ എനിക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എനിക്ക് സത്യം പറയണം. സാർ, ഞാനിതെല്ലാം ചെയ്തത് ഈ അവന്തിക മാഡം പറഞ്ഞിട്ടാണ് സാർ.
അച്ഛാ, എന്താ അച്ഛാ? സർ, കള്ളബില്ല് തയ്യാറാക്കിപ്പിച്ചതും തുക കൂട്ടി എഴുതാൻ പറഞ്ഞതും ഫേക്ക് GST ബിൽ ഉണ്ടാക്കാൻ പറഞ്ഞതും ഈ അവന്തിക മേഡമാ. എന്റെ കയ്യിൽ അതിനുള്ള എല്ലാ തെളിവുകളും ഉണ്ട്. സച്ചേട്ടാ, സച്ചേട്ടാ വേണ്ട. നീ ആരെ പറ്റി പറഞ്ഞെന്നറിയോ? വേണ്ട. നീ എന്താ കരുതി? ഏട്ടത്തിയുടെ പേര് പറഞ്ഞ നിന്നെ വിശ്വസിക്കുന്ന കരുതിയോ? എന്റെ കയ്യിൽ അതിനുള്ള തെളിവുകളുണ്ട്. ഇവർ കമ്പനിക്ക് വേണ്ടിയല്ല ജോലി ചെയ്യുന്നത്, ഇവർക്ക് വേണ്ടിയാ.